ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മുട്ട ബജിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി വേണം, ഒരു ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആട്ടോ ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിതിലേക്ക് കായം കുറച്ച് വെള്ളത്തിൽ അലിയിച്ച ആ ഒരു വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കായത്തിന് നമുക്ക് എന്തോരം ടേസ്റ്റ് ആ കായത്തിൻ്റെ വേണം അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. കായത്തിൻ്റെ പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒത്തിരി ലൂസ് ആവാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഈ മാവ് നമ്മൾ ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ല, ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. അപ്പോൾ ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 മുട്ടയാട്ടോ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അതിനെ 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയത് ഈ മാവിലൊന്ന് നന്നായിട്ടൊന്ന് മാവൊക്കെ നന്നായി കവർ ചെയ്ത് നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ബജിയൊക്കെ ഞാൻ മുഴുവനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്